മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിക്ക് നിയമസഭ. രാഹുലിനെ അയോഗ്യനാക്കുന്നതിൽ നിയമോപദേശം തേടുമെന്ന് സ്പീക്കർ എൻ ഷംസീർ. രാഹുൽ MLA സ്ഥാനത്ത് തുടരുന്നത് മോശം സന്ദേശം നൽകുമെന്നാണ് പറയുന്നത്. അറസ്റ്റ് എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റി പരിശോധിക്കുമെന്നും എൻ ഷംസീർ പറഞ്ഞു. പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. ഇത് സ്വാഭാവികമായി ഇതാദ്യമായിട്ടാണ് ഇത്തരം ഒരു ഗുരുതരമായ ആരോപണം. വെറുമല്ല, തുടർച്ചയായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. പരാതി കിട്ടിയാൽ മാത്രമാണ്. അത് പരാതി ലഭിക്കുമോ ചില ആൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് MLA മാർ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആ നിലയിൽ മൂവ് ചെയ്യും. പിന്നെ ഡിസ്ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും അത് ലീഗൽ എക്സ്പേർട്സുമായി ഞങ്ങൾ ചർച്ച ചെയ്യും. ഇത് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഡിഫെക്ഷന് സാധ്യതയുണ്ടോ എന്നുള്ളത് ലീഗൽ എക്സ്പേർട്സുമായി ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനിക്കും. ഇപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങളുടെ ചോദ്യം ഡിഫെക്ഷൻ ആണെങ്കിൽ അതിൽ ഞങ്ങൾ ലീഗൽ എക്സ്പേർട്സുമായി കൂടി ആലോചിച്ച് വേണ്ട തീരുമാനമെടുക്കും. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്കറിയാം, പാലക്കാട് വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് ഒരു യുവ നേതാവ്, കോൺഗ്രസിന്റെ മുഖമായി തന്നെ മാറാൻ കെൽപ്പുള്ള ഒരു യുവ നേതാവ് അവിടെ നിന്നും ജയിച്ച് വന്നത്. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന്റെ പതനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. MLA സ്ഥാനത്തിന് ഒരു നിമിഷം പോലും അർഹനല്ല എന്ന് ആദ്യത്തെ പരാതി വന്നപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലും ഇവിടുത്തെ പൊതുജനങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞു. അപ്പോഴും മിണ്ടാട്ടമായിരുന്നു കോൺഗ്രസിന്. ഇപ്പോഴും അതേ മിണ്ടാട്ടം തുടരുകയാണ്. ഇതുവരെയും കോൺഗ്രസിലെ ഒരു നേതാവ് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല. രാഹുൽ ഒട്ടും ഒഴിയാനും തയ്യാറല്ല. ഈ ഒരു സാഹചര്യത്തിലാണോ നിയമസഭ അല്ലെങ്കിൽ രാഹുലിന്റെ MLA സ്ഥാനം അയോഗ്യനാക്കണം എന്നുള്ള തരത്തിൽ ഈ സ്പീക്കർ നീങ്ങാൻ ഒരുങ്ങുന്നത്? അതിന്റെ നിയമ നടപടികൾ എങ്ങനെയൊക്കെ ആയിരിക്കും ശ്രീനന്ദ? അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? അശ്വതി, അതിന്റെ നിയമ നടപടികളിലൊക്കെ പരിശോധിച്ച ശേഷം ഒരു തീരുമാനം എടുക്കുമെന്നാണ് AM ഷംസീർ കുറച്ചു മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. തുടർച്ചയായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ രാഹുലിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെതിരെ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി ഈ ആരോപണങ്ങളെ കുറിച്ചൊക്കെ പരിശോധിച്ച ശേഷം വിശദമായൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കിയ ശേഷമാകും മറ്റു നടപടികൾ. എന്തായാലും ഇദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി, അയോഗ്യനാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള നിയമോപദേശം ഉടൻ തന്നെ തേടുമെന്നാണ് എൻ ഷംസീർ പറയുന്നത്. കാരണം ഒന്നും രണ്ടും തവണയല്ല, നിരവധി തവണയായി ഇദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ MLA മാർക്കും ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പരാതികളൊക്കെ ലഭ്യമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഇദ്ദേഹത്തിനെതിരെ ഒരു നടപടി സ്വീകരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുന്ന നടപടികളിലേക്ക് എത്തിച്ചേരേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നതെന്നാണ് സ്പീക്കർ കുറച്ചു മുൻപ് പ്രതികരിച്ചത്. എന്തായാലും സഭയിൽ തുടരാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യമല്ല. കാരണം ഇത് ഒരു വ്യക്തിക്ക്, പുറത്തുള്ള ഒരാൾക്ക് മോശം സന്ദേശം നൽകുന്ന ഒരു MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത്തരത്തിലൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു നാടിന് തന്നെ കൃത്യമായ ഒരു സന്ദേശം നൽകാത്തൊരു MLA നിയമസഭയിൽ അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കാൻ ആവശ്യമില്ല എന്നൊരു രീതിയിലാണ് സ്പീക്കറുടെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അയോഗ്യനാക്കാനുള്ള നിയമോപദേശം എല്ലാം തേടിയ ശേഷമാകും മറ്റു നടപടികളിലേക്ക് കടക്കുക എന്നാണ് സ്പീക്കർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അശ്വതി. ശരി ശ്രീനന്ദ, വ്യക്തമാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ MLA സ്ഥാനം ഇനി അതും കൂടി മാത്രമാണ് നഷ്ടമാകാനുള്ളത്. ഈ മുഖമൊക്കെ നഷ്ടമായി കഴിഞ്ഞു. എന്തായാലും കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് നിയമസഭ. രാഹുലിനെ അയോഗ്യനാക്കുന്നതിൽ നിയമോപദേശം തേടുമെന്ന് സ്പീക്കർ എൻ ഷംസീർ വ്യക്തമാക്കി കഴിഞ്ഞു. ശ്രീനന്ദയാണ് തലസ്ഥാനത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.